എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ +1 +2 തുല്യത ജൂലൈ 2024 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ളതാണ്, പഠിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. +1 +2 2024 ജൂലൈ മാസം നടന്ന പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി www.keralaresults.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം www.keralaresults.nic.in എന്ന സൈറ്റ് ലിങ്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പേജിൽ നമുക്കിവിടെ കാണാം ഒരുപാട് വർഷങ്ങളിലെ റിസൾട്ട്. കേരള DHSയുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റാണ് നമുക്കിവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇതിൽ മുൻപത്തെ വർഷങ്ങളിലെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ 2023 നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് പഴയതാണ് ഇവിടെ കാണിക്കുന്നത്. 2023 HSC നമ്മളുടെ ഇക്വലൻസിയുമായി ബന്ധപ്പെട്ട, കേരള ഇക്വലൻസിയുമായി ബന്ധപ്പെട്ട ഒരു നെയിം ഇവിടെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകും. ഹോൾ ടിക്കറ്റിൽ ഉള്ളത് തെറ്റാതെ ഇവിടെ എഴുതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കീപാഡ് ഓപ്പൺ ആവും. ആ കീപാഡിൽ നിന്ന് ഒരു രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക. ഡേറ്റ് ആദ്യത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ മാസം, മൂന്നാമത്തെ കോളത്തിൽ നമ്മളുടെ വർഷമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് അപ്പുറത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് തെളിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിവിടെ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു രൂപം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ സബ്മിറ്റ് ഇതെല്ലാം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ, ഇവിടെ ഞാൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഫെയിൽഡ് കാണിക്കുന്നത്. എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതൊന്നും ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, ഇതൊന്നും ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് സൗകര്യം പോലെ ചെയ്ത് തരാം. നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാൻ എനിക്ക് സാധ്യമാകും. അപ്പോൾ അതിനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. ദയവായിട്ട് വെയിറ്റ് ചെയ്യുക. റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരുടെയും റിസൾട്ട് കൃത്യമായിട്ട് കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. ചിലരത് ബ്ലാങ്ക് ആയിട്ട് വരും, ചിലരത് എറർ കാണിക്കും, ചിലരത് ജയിച്ച സർട്ടിഫിക്കറ്റ് തോറ്റതായിട്ട് കാണിക്കും, തോറ്റത് ജയിച്ചതായിട്ട് കാണിക്കും. പലതും സംഭവിക്കാം. അതായത് തുടക്കത്തിലെ നമ്മളെല്ലാവരും കൂടെ ആക്സസ് ചെയ്യുമ്പോൾ സൈറ്റ് ജാം ആകുന്നതിൻ്റെ ഫലമായിട്ട് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കണ്ട് ആരും ബേജാറാവുമൊന്നും വേണ്ട, ഞെട്ടൊന്നും വേണ്ട. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്താൽ നിങ്ങളുടെ കൃത്യമായുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ടും നിങ്ങൾക്ക് ഫെയിലാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ദിവസം, അതായത് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിസൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആധികാരികമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി ഞാൻ വിജയാശംസകൾ പറയേണ്ടതായിരുന്നു, അതിൽ മറന്നുപോയതാണ്. എല്ലാവരും നല്ല മാർക്കോടുകൂടി ജയിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനി തോറ്റതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകിൽ നമുക്കത് റീവാലുവേഷന് കൊടുക്കാം. മാർക്ക് വളരെ 1 മാർക്ക് 2 മാർക്കിനൊക്കെയാണ് കുറഞ്ഞതെങ്കിൽ നമുക്ക് റീവാലുവേഷന് കൊടുത്താൽ നമുക്ക് എന്തായാലും തിരിച്ചു പിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഈ പരീക്ഷയെ റിസൾട്ടിന് ശേഷം DHSC ഓഫീസിൽ നിന്ന് നമുക്കതിൻ്റെ അറിയിപ്പ് വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല വലിയ മാർക്കിനൊക്കെയാണ് തോറ്റതെങ്കിൽ നമുക്ക് ആ തോറ്റ വിഷയം മാത്രം എഴുതിയെടുത്ത് പാസ്സാവാനുള്ള രീതികളൊക്കെ ഉണ്ടാകും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും വന്നാൽ മാത്രമേ അതെങ്ങനെ, എപ്പോൾ ഫീസ് അടക്കണം, എപ്പോൾ പരീക്ഷ ഉണ്ടാവും എന്നതിനെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക. ചാനലിലൂടെ കൃത്യമായ വിവരങ്ങൾ മാത്രം, നിങ്ങൾ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലല്ലാതെ കൃത്യമായുള്ള വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. അതിന് ഞാൻ തീർച്ചയായും നിങ്ങളുമായിട്ട് സജ്ജമാണ്, കടപ്പെട്ടിരിക്കുന്നു.
കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, ഇവിടെ കാണിച്ച കാര്യങ്ങളൊക്കെ ഇത് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്യാൻ, കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സ് അറിഞ്ഞ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും ഉപകാരപ്പെടും. വീണ്ടും വീണ്ടും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.